അയ്യോ ഡ്രൈവറിന്റെ സൗണ്ട്. ആ ദേ വരുന്നു. വണ്ടി എന്തേ? വണ്ടി എവിടെ? ഏത് വണ്ടി? നിങ്ങളല്ലേ ഡ്രൈവർ? അതിന്റെ എന്നോടാണോ ചോദിക്കണേ? നീ വണ്ടി എവിടെ കൊണ്ടുപോയിട്ടത്? വണ്ടി എവിടെ കൊണ്ടുവന്നില്ല? നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? എന്റെ ദൈവമേ, ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താണല്ലോ. ഇപ്പൊ നോക്കിട്ട് വണ്ടി അവിടെ കാണില്ല. അവിടെ കാണുന്നില്ലേ? അതെവിടെ പോയി? ആ ബസ്സിലെ യാത്രക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, അവരെടുത്തോണ്ട് പോയി കാണും. നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നെക്കാട്ടിലും നല്ല ഡ്രൈവറാ വണ്ടി എടുത്തോണ്ട് പോയേക്കണത്. മനസ്സിലായില്ല? സാധാരണ ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ ഒന്നെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ ലൈറ്റ് അല്ലെങ്കിൽ മൂല ഇത് പോക്കാം. ഇപ്പൊ അവിടെ കിടക്കണ വണ്ടിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതുള്ളതാ പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ ചോറ് പോയേ. സങ്കടപ്പെടണ്ട, എല്ലാവർക്കും അവരുടെ ജോലി അവരുടെ ചോറാ. അതല്ലടോ, എനിക്ക് ഉച്ചയ്ക്ക് തിന്നാനുള്ള ചോറ് ആ വണ്ടിക്കകത്ത് അത് പോയില്ലേ. അയ്യോ, സ്റ്റണ്ട് മാസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലല്ല, സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു ഇതുവരെ പോയില്ലേ ഇവിടുന്ന്? എനിക്ക് കൊല്ലത്തിന് പോണം. ഞാൻ കൊണ്ടോട്ടെ? എങ്ങനെ? ഞാൻ കാറിൽ കൊണ്ടുപോയാക്കാം. കൊല്ലം വരെ കാറിക്ക് ഞാൻ സാറിന്റെ തൊണ്ടടയല്ലേ? ചളിയാണ്. അപ്പൊ വീടാ അതാണോ പറഞ്ഞത്? അതായത് എനിക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. ആ കാറിൽ നിന്ന് ഞാൻ കൊല്ലത്ത് കൊണ്ടേയാക്കാം. മീറ്റർ കാശ് തന്നാ മതി. മീറ്ററിന് എത്ര രൂപയാവും? ഇവിടെ മീറ്ററിന് അതല്ല പറഞ്ഞത്, മീറ്റർ വാടക തന്നാ മതി. എന്നാ വാ പോകാം. അതല്ലെന്ന്, ഒരു 3 പേരെ കൂടി പിടിക്കണം, അല്ലെങ്കിൽ ട്രിപ്പ് നഷ്ടമാ. അപ്പൊ എങ്ങനെ പിടിക്കും? നമുക്ക് വിളിക്കാലോ. സാറേ ഒന്ന് നിർത്തി, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇതുവരെ ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഇല്ല സാറ്, ചെറിയൊരു കയ്യബദ്ധം പറ്റി. എന്താണ് പറഞ്ഞോ? കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ ഡ്രൈവർ ആണല്ലോ ഞാൻ. ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. താക്കോല് കാണാനില്ല. അല്ലെന്ന്, വണ്ടി തന്നെ കാണാനില്ല. വണ്ടി എവിടെ പോയി? ഞാൻ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത. ഇപ്പൊ നോക്കിയപ്പോ വണ്ടി അവിടെ ഇല്ല സാറേ. അപ്പുറത്താ ചരിവില്ല. ഇതിപ്പോ ഞാനും പെട്ടല്ലോടാ ഇതിനകത്ത്. ഇപ്പൊ എന്ത് ചെയ്യും സാറേ? നിങ്ങളൊരു പണി, ടെൻഷൻ അടിക്കണ്ട. ഇവിടുന്ന് നേരെ ചെന്ന് കഴിയുമ്പോൾ 7.5 കിലോമീറ്റർ കഴിയുമ്പോ ഐമുറി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. വണ്ടി അവിടെ ഉണ്ടാവും. അതിനകത്ത് യാത്രക്കാർ കയറിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നീ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. അതെങ്ങനെ സംഭവിക്കും സാറേ? അത് KSRTC ബസ്സല്ലേ, അത് സ്ഥിരം ഓടുന്ന റൂട്ടല്ലേ. അപ്പൊ അതിനറിയാം ഏതിലേ പോണം, എവിടെ ചെന്ന് നിക്കണോന്നൊക്കെ. നീ ബ്രേക്ക് ചവിട്ടിയിട്ടാണോ അത് നിക്കാറ്? അതിന് തോന്നുമ്പോ അത് നിക്കും, അപ്പൊ തോന്നുമ്പോ ഓടും. അത്രേ ഉള്ളു കാര്യം. അപ്പൊ പേടിക്കണ്ട കേട്ടോ.